ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ കാളിദാസ് 2 എന്ന മൂവിയുടെ കഥയാണ്. ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഇത്. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു കോടതിയാണ് കാണിക്കുന്നത്. അവിടെ നടരാജ് എന്ന ഫേമസ് ആയ വക്കീൽ ഒരാളെ രക്ഷിക്കാനായി ട്രൈ ചെയ്യുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണ് നടരാജ് എന്ന വക്കീൽ വാദിക്കുന്നത്. എന്നാൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരാണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോ ആയ കാളിദാസിനെ കാണിക്കുന്നു. ഞാനും എന്റെ ഭർത്താവും ഒരു വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്നും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് കാളിദാസിന് ഒരു കോൾ വരുന്നു. സോ പോലീസ് ഉദ്യോഗസ്ഥനായ കാളിദാസ് അവന്റെ ടീമുമായി അങ്ങോട്ടേക്ക് പുറപ്പെടും. റോഡ് കടന്ന് ആ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു വലിയ മരം വീണ്ടു കിടക്കുന്നതിനാൽ ജീപ്പ് അവിടെ നിർത്തിയതിനു ശേഷം കാളിദാസ് ആ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത്. കാടിനോട് ചേർന്നാണ് ആ വീടുള്ളത്. ആ വീട്ടിലെത്തിയ കാളിദാസ് വാതിലിൽ മുട്ടുമ്പോൾ അകത്തുനിന്ന് കുറച്ചുപേർ പുറത്തേക്ക് ചാടി ഓടാൻ ശ്രമിക്കുന്നു. ഇവരാകാം ഉറപ്പായി അവരെ അറ്റാക്ക് ചെയ്തതെന്ന് കരുതി കാളിദാസ് അവരെ തടഞ്ഞു നിർത്തുകയും ഫയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊരാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് കാളിദാസിന്റെ കയ്യിൽ വെട്ടിയതിനു ശേഷം അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. എത്രയും പെട്ടെന്ന് വീടിനുള്ളിലുള്ളവരെ രക്ഷിക്കാനായി കാളിദാസ് ആ വീടിനുള്ളിലേക്ക് കയറുന്നു. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭാര്യയും ഭർത്താവും വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവരെ രക്ഷിക്കാൻ പറ്റാത്തതിനാൽ കാളിദാസ് ആകെ ഫീൽ ചെയ്യുന്നു. എന്നാൽ അവർ മരിച്ചു കിടന്നതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റൂം കാളിദാസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ കയ്യിൽ ചോര നിറഞ്ഞ ഒരു വെട്ടുകത്തിയുമുണ്ട്. അയാളായിരുന്നു ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ വെട്ടിക്കൊന്നത്. കാളിദാസ് ഉടനെ ഈ കാര്യങ്ങളെല്ലാം മേലുദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷണർ കാളിദാസിനെ വിളിപ്പിക്കുന്നു. നീ എന്തിനാണ് അവിടേക്ക് ഒറ്റയ്ക്ക് പോയതെന്നും നിന്റെ കയ്യിൽ കിട്ടിയ ഈ വെട്ട് കഴുത്തിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്നുമൊക്കെ കമ്മീഷണർ കാളിദാസിനോട് ചോദിക്കുന്നുണ്ട്. നിന്നെപ്പോലൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലെന്നും അവനിൽ വളരെ ഇംപ്രസ്ഡ് ആയിരുന്ന ആ കമ്മീഷണർ കാളിദാസിനോട് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് ഗോകുൽ, ഭാര്യ സഞ്ജു, ഇവരുടെ 3 വയസ്സുള്ള മക്കളാണ് മിത്ര. അവർ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് മിത്രയെ കൊഞ്ചിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന സ്റ്റീഫൻ എന്നൊരാൾ ശ്രദ്ധിക്കുന്നത് കാണിക്കുന്നു. ഈ സ്റ്റീഫന് ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. മിത്ര എന്ന ആ പെൺകുട്ടിക്കാണെങ്കിൽ നായക്കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. സ്റ്റീഫന്റെ കയ്യിലുണ്ടായിരുന്ന ആ പട്ടിക്കുട്ടിയെ കാണുന്ന അവൾ അതിന് പുറകെ പോകാനായി തുടങ്ങും. അവളെ തന്റെ പുറകെ വരുത്താൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സ്റ്റീഫൻ ആ പട്ടിക്കുട്ടിയുമായി ആ കുട്ടിയുടെ മുന്നിലേക്ക് പോയത് തന്നെ. സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായി സ്റ്റീഫൻ ഒരു ലിഫ്റ്റിൽ കയറുന്നു. മിത്രയും അവനൊപ്പം ലിഫ്റ്റിൽ കയറാനായി സ്റ്റീഫൻ വെയിറ്റ് ചെയ്യും. എന്നാൽ ഈ സമയത്താണ് മിത്രയുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് അവിടെ എത്തുക. സോ മിത്രയും കൊണ്ട് പോകുകയെന്ന പ്ലാൻ വേണ്ടെന്ന് വെച്ച് സ്റ്റീഫൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ആ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ന്യൂ ഇയർ പ്രോഗ്രാമിന് വേണ്ടി അവിടെ കുറച്ചുപേർ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രൂപയാണ് എല്ലാവർക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഗോകുലിന്റെ ഭാര്യ സഞ്ജുവും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഗോകുൽ മകളുടെ കൂടെ ഇരുന്ന സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണിക്കും. സ്റ്റീഫൻ വക്കീൽ നടരാജന്റെ ജൂനിയർ ആണ്. അവൻ തന്റെ ജോലി ആവശ്യങ്ങൾക്കായി കോടതിയിലേക്ക് വരുന്നു. മണി എന്ന പേരുള്ള ഒരാൾ ഇന്നൊരു കേസ് ആവശ്യത്തിനായി കോടതിയിൽ വന്നിട്ടുണ്ട്. മണിയെ കണ്ട ഉടനെ സ്റ്റീഫൻ ആർക്കോ കോൾ ചെയ്ത് മണി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ആരെയാണ് വിളിച്ചതെന്ന് കാണിക്കുന്നില്ല. സ്റ്റീഫൻ വിളിച്ചയാൾ ഉടനെ തന്നെ മണിയെ അന്വേഷിച്ച് ആ കോടതിയിലെത്തും. മണിയെ അന്വേഷിച്ച് വരുന്ന ആളുടെ മുഖം വ്യക്തമായി ഇതിൽ കാണിക്കുന്നില്ല. അയാൾ മണിയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. അതായത് സ്റ്റീഫനുമായി ചേർന്ന് അതിനുള്ള പ്ലാൻ ഇടുന്നു. മണിക്കും ഈ വിവരം മനസ്സിലാകും. തന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവന് വിവരം കിട്ടുന്നു. കോടതിയിൽ വെച്ച് തന്നെ മണിയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ഉണ്ടെന്ന് പോലീസിനും വിവരം ലഭിക്കും. അത് തടയാനായി കാളിദാസും മണിയെ അന്വേഷിച്ചു വരുന്നു. തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ മണി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കും. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്റ്റീഫനൊപ്പം ഉണ്ടായിരുന്ന അയാളുടെ കയ്യിൽ മണിയും അകപ്പെടുകയാണ്. പോലീസിന് പോലും മനസ്സിലാക്കാത്ത വിധം വളരെ വിദഗ്ധമായി അവർ മണിയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു. രാത്രിയോടെ സ്റ്റീഫൻ മണിയെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിക്കും. വണ്ടിയിൽ നിന്നും അവനെ ഇറക്കാൻ നോക്കുമ്പോൾ മണിയും സ്റ്റീഫനെ നന്നായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. സ്റ്റീഫനും അത് തടഞ്ഞ് അവനുമായി നന്നായി ഫൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം സ്റ്റീഫൻ മണിയെ തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു മീൻവല ഉപയോഗിച്ച് സ്റ്റീഫൻ മണിയുടെ കഴുത്ത് ഞെരിച്ച് അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും സ്റ്റീഫൻ പോകുകയും ചെയ്യും. മണി മരിച്ചു കിടക്കുന്ന വിവരമറിഞ്ഞ പോലീസും അവിടെ എത്തുന്നു. കോടതിയിൽ നിന്നും ആരോ അവനെ തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുന്നതാണെന്ന് കാളിദാസിന് മനസ്സിലാകും. സോ കാളിദാസ് ഉടനെ ആ കേസിനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുന്നു. എന്നാൽ ഇതിനിടയിൽ കാളിദാസിന്റെ ഒരു പേഴ്സണൽ കേസിന്റെ കാര്യത്തിനായി നടരാജ് എന്ന വക്കീൽ
സലീലിനെ വിളിക്കുന്നുണ്ട്. കാളിദാസിന്റെ കേസ് കൈകാര്യം ചെയ്യാനായി അയാൾ അയക്കുന്നത് അയാളുടെ ജൂനിയറായ സ്റ്റീഫനെ തന്നെയാണ്. കേസിന്റെ കാര്യത്തിനായി സ്റ്റീഫനോട് കാളിദാസ് അവനെ മീറ്റ് ചെയ്യാൻ വരാനായി പറയുന്നുണ്ട്. എന്നാൽ സ്റ്റീഫൻ കാളിദാസിനെ കാണാനായി എത്തുമ്പോൾ മരിച്ച മണിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തിരക്കിലായിരുന്നു കാളിദാസ് ഉണ്ടായിരുന്നത്. മണി എങ്ങനെയാണ് മരിച്ചിരിക്കുന്നതിനെ കുറിച്ച് കാളിദാസും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നത് സ്റ്റീഫൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മരിച്ചു കിടന്നിരുന്ന മണിയെ വളരെ പകയോടെ സ്റ്റീഫൻ നോക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ആ അപ്പാർട്ട്മെന്റ് വീണ്ടും കാണിക്കും. ആ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു ഈ രൂപയുടെ മകളും അവളുടെ ഫ്രണ്ടും കൂടി നടന്നു വരുമ്പോൾ അവരറിയാതെ സ്റ്റീഫനെ വന്നിടിക്കും. സ്റ്റീഫനും വളരെ വിയേർഡായ രീതി അവരെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി ന്യൂ ഇയർ പാർട്ടി നടക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. പല ഡാൻസ് പ്രോഗ്രാംസും മറ്റു പാർട്ടികളും അവരവിടെ നടത്തുന്നുണ്ട്. എല്ലാവരും വളരെ എൻഗേജ്ഡ് ആയിരുന്ന സമയം ഗോകുൽ ആണെങ്കിൽ അവന്റെ കമ്പനിയുടെ ആവശ്യത്തിനായി സഞ്ജുവിനോട് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനിൽ നിന്നും പോകുകയാണ്. മിത്ര മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയം ഈ സമയത്ത് വാണ്ടഡായി തന്നെ അവളെ തന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിക്കണമെന്ന് സ്റ്റീഫൻ ചിന്തിക്കുന്നു. സോ അതിനായി അവൻ വീണ്ടും ആ പട്ടിക്കുട്ടിയുമായി അവളുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. ആ പട്ടിക്കുട്ടിയെ കണ്ട മിത്രയും അവനെ ഫോളോ ചെയ്യാനായി തുടങ്ങും. ആ പട്ടിക്കുട്ടിയെ ഫോളോ ചെയ്തെത്തുന്ന മിത്ര സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിലാണ് എത്തുന്നത്. അവൾ വീടിനുള്ളിൽ എത്തിയ ഉടനെ സ്റ്റീഫൻ ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ന്യൂ ഇയർ പ്രോഗ്രാം എല്ലാം അവസാനിച്ചതിനു ശേഷം വളരെ ടയർഡായി വന്നിരിക്കുന്ന സഞ്ജുവിനെ അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ മിത്ര എവിടെയെന്ന് ഗോകുൽ സഞ്ജുവിനോട് ചോദിക്കും. ആ സമയത്താണ് അവള് പോലും മിത്ര എവിടെയെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഹസ്ബൻഡിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ ഇവിടെ കുട്ടികളോടൊപ്പം കളിക്കുകയാണെന്ന് സഞ്ജു പറയും. എന്നാൽ ഉടനെ കോൾ കട്ട് ചെയ്തതിനു ശേഷം സഞ്ജു മിത്രയെ അന്വേഷിക്കാനായി തുടങ്ങുന്നു. മിത്രയെ കാണാനില്ലെന്ന് മനസ്സിലാക്കി രൂപയും മറ്റാളുകളും മിത്രയെ അന്വേഷിക്കാനായി തുടങ്ങും. പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മിത്ര മിസ്സായെന്ന് അവർക്ക് മനസ്സിലാകുന്നു. സഞ്ജു ഉടനെ ഗോകുലിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ ഗോകുലും അവിടേക്ക് വരും. അവരെല്ലാവരും കൂടി കുട്ടിയെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. വേറെ വഴിയില്ലാതെ അവർ ഉടനെ പോലീസിനെ വിവരമറിയിക്കും. ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് കാളിദാസ് ആണ്. ഇത്രയും വലിയ അപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോലീസുകാർ വേണ്ടി വരുമെന്നും കാളിദാസ് പറയും. എന്നാൽ പല ഉദ്യോഗസ്ഥരും ആ സമയം ന്യൂ ഇയർ ഡ്യൂട്ടിയിലായിരുന്നു. രംഗൻ എന്നൊരു കോൺസ്റ്റബിളും ഒരു ലേഡി കോൺസ്റ്റബിളും കൂടി അവിടെയുള്ള അപ്പാർട്ട്മെന്റിലെല്ലാം കയറിയിറങ്ങി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഓരോ റൂമും ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് മാത്രം ലോക്കായി കിടക്കുന്നത് കാണുന്നു. ശരി, അത് പിന്നെ നോക്കാമെന്ന് കരുതി ബാക്കി റൂമുകൾ അവർ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവർ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിലും വരുന്നുണ്ട്. സ്റ്റീഫൻ ആണെങ്കിൽ വലിയ വക്കീലായ നടരാജന്റെ ജൂനിയർ ആണല്ലോ. ഇതറിയാവുന്ന രംഗൻ സ്റ്റീഫൻ നമ്മുടെ ആളാണ്, സോ റൂം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും രംഗൻ പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾ എന്തായാലും നമുക്ക് ഈ റൂം ചെക്ക് ചെയ്യാമെന്ന് പറയുമെങ്കിലും വേണ്ടെന്നാണ് രംഗൻ പറയുക. കുട്ടിയുടെ പേരൻസ് ആയ ഗോകുലും സഞ്ജുവും വളരെ ടെൻഷനിലാണ്. എന്തെങ്കിലും വിവരം കിട്ടിയെന്നവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് കാളിദാസ് പറയുക. ഇപ്പോഴാണ് പ്രസന്ന എന്നൊരു ഡോക്ടറിനെ കാണിക്കുന്നത്. ഈ ഡോക്ടർക്ക് കാളിദാസിനെ മുൻപ് തന്നെ അറിയാമായിരുന്നു. ഇവന് സ്വന്തം കേസ് പോലും മര്യാദയ്ക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. ഇവനാണോ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇവനെ വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ മിത്രയുടെ പേരൻസിനോട് പ്രസന്ന പറയുന്നുണ്ട്. ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് മേലധികാരികളോട് സംസാരിച്ച് വേറെ ആളുകളെ കൊണ്ടുവരാമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അയാൾ വേഗത്തിൽ ആർക്കോ കോൾ ചെയ്ത് സംസാരിക്കും. ഇതൊന്നും കണക്കാക്കാതെ കാളിദാസ് ആണെങ്കിൽ മിത്രയെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. കാളിദാസ് ഉടനെ രൂപയെ വിളിച്ചു വരുത്തി ഈ അപ്പാർട്ട്മെന്റിലെ കുട്ടികളെ എല്ലാം കണ്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. എന്നാലും എങ്ങനെയെങ്കിലും എല്ലാ അപ്പാർട്ട്മെന്റ്സിലും പോയി കുട്ടികളെ മാത്രം എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് കാളിദാസ് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വൈഷ്ണവി എന്നൊരു DSPയെ കാണിക്കും. അന്ന് ലീവിലായിരുന്ന വൈഷ്ണവിയെ കമ്മീഷണർ വിളിച്ച് മിത്ര എന്നൊരു കുട്ടിയെ കാണാതായിട്ടുണ്ടെന്നും ഉടനെ അവിടെ എത്തണമെന്നും പറയുന്നുണ്ട്. പ്രസന്നയായിരുന്നു കമ്മീഷണറോട് സംസാരിച്ച് വൈഷ്ണവിയെ അവിടെ എത്തിച്ചത്. ഈ സമയത്ത് കാളിദാസ് ആണെങ്കിൽ ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റായി നിങ്ങൾ എപ്പോഴാണ് മിത്രയെ കണ്ടതെന്നും മിത്ര ആരുടെയെങ്കിലും കൂടെ നിൽക്കുന്നതായോ ആരുടെയെങ്കിലും കൂടെ പോകുന്നതായോ കണ്ടിരുന്നോ എന്നൊക്കെ കാളിദാസ് ആ കുട്ടികളോട് ചോദിക്കുന്നു. ഈ സമയത്താണ് വൈഷ്ണവി അങ്ങോട്ടേക്ക് വരിക. മിത്ര എന്ന കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിവിടെ ഈ കുട്ടികളോട് എന്ത് സംസാരിക്കുകയാണെന്ന് ചോദിച്ച് വൈഷ്ണവി കാളിദാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ കുട്ടികളോട് സംസാരിച്ചാൽ ചിലപ്പോൾ മിത്രയെ കുറിച്ചുള്ള എന്തെങ്കിലും ലീഡ് ലഭിക്കുമെന്ന് കാളിദാസ് പറയുമെങ്കിലും ഉടനെ തന്നെ ആ കുട്ടികളെ അവരുടെ റൂമുകളിലേക്ക് പറഞ്ഞുവിടാനാണ് വൈഷ്ണവി പറയുക. അത്രയും വലിയൊരു അപ്പാർട്ട്മെന്റിൽ ആകെ 32 ക്യാമറകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്യാമറകളെല്ലാം ചെക്ക് ചെയ്തോ എന്ന് വൈഷ്ണവി കാളിദാസിനോട് ചോദിക്കുന്നുണ്ട്. CCTV ഫുട്ടേജസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക
നോക്കുകയാണെന്നും എന്നാൽ ഇവിടെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ട്, അതുകൊണ്ട് ക്യാമറയിൽ പെടാതെ പുറത്തു പോകാൻ കഴിയുമെന്നും കാളിദാസ് വൈഷ്ണവിയോട് പറയുന്നു. ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി അവർ എല്ലാവരും കൂടി മിത്രയെ ആ അപ്പാർട്ട്മെന്റിന്റെ ഓരോ മൂലയിലും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരിയുന്നതിനിടയിൽ ഒരാൾ അവിടെ എന്തോ ഉണ്ടെന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട കാളിദാസ് അടങ്ങുന്ന പോലീസുകാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തും. എന്നാൽ സ്റ്റീഫന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡോഗ് അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. സ്റ്റീഫന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡോഗിന്റെ കഴുത്തിൽ മിത്രയുടെ പാവയുടെ കഴുത്തിലുണ്ടായിരുന്ന കയറാണ് ഉണ്ടായിരുന്നത്. ഈ പട്ടിക്കുട്ടി ഞങ്ങളുടേതല്ലെന്നും എന്നാൽ ഈ പട്ടിക്കുട്ടിയുടെ കഴുത്തിലുള്ള കയറ് മിത്രയുടെ ഫേവറേറ്റ് ആയ പാവയുടെ കഴുത്തിലുണ്ടായിരുന്ന കയറാണെന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഈ ഡോഗ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം. സോ രൂപയോടെ ഇത് ആരുടെ ഡോഗാണെന്ന് കാളിദാസ് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഒരു പക്ഷേ ഡോഗ്സുമായി നന്നായി ഇടപഴകുന്ന ഒരാൾ ഇവിടെയുണ്ട്. അയാൾക്ക് ഈ അപ്പാർട്ട്മെന്റിലെ എല്ലാ ഡോഗ്സിനെ കുറിച്ചും അറിയാം. വേണമെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാമെന്നും രൂപ പറയും. അങ്ങനെ അവർ ആ വ്യക്തിയെ കാണാൻ പോകുന്നു. അയാളെ ആ ഡോഗിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ ആരാണ് ഇതിനെ വളർത്തുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. എനിക്ക് ഈ ഡോഗിനെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അയാൾ അവരെ കൊണ്ടുപോകുന്നത് ആ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ്. എന്നാൽ ആ റൂമാണെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ റൂമിന്റെ ലോക്ക് അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആരോ അകത്തു നിന്ന് ആ റൂം കുറ്റിയിട്ടിരിക്കുകയാണെന്ന് കാളിദാസിന് മനസ്സിലാകും. സോ അവരെല്ലാവരും കൂടി ആ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി നോക്കുമ്പോഴാണ് അവിടെ മുഴുവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് ആകെ ബോധം പോയ അവസ്ഥയിൽ കിടക്കുന്ന കുറച്ച് യുവാക്കളെ അവർ കാണുക. ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ കഞ്ചാവ് ചെടികളൊക്കെ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അവർ ആകെ ലഹരിയിലാണെന്ന് കാളിദാസിന് മനസ്സിലാകും. പോലീസ് സംസാരിക്കുന്നത് പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവര്. ശരി, ആ ഡോഗ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി ഡോഗിനെ അവർ അന്വേഷിക്കുമ്പോൾ അവരുടെ ഡോഗ് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചത്തുകിടന്നത് ഇവരുടെ ഡോഗ് അല്ലെന്ന് കാളിദാസിന് മനസ്സിലാകും. ആർക്കും അറിയാതെ ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ വേറെ ആരോ ഇതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നെന്ന് അവർക്ക് മനസ്സിലാകുന്നു. സോ CCTV ചെക്ക് ചെയ്യാൻ അവർ തീരുമാനിക്കും. പഴയ CCTV ഫുട്ടേജസ് നോക്കിയാൽ ആരാണ് ഡോഗിനെ വളർത്തുന്നതെന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതി അവർ അത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ലഹരിയിലുള്ള ഒരു പയ്യൻ ഇത് സ്റ്റീഫന്റെ ഡോഗ് ആണെന്നും സ്റ്റീഫനാണ് ഇതിനെ വളർത്തുന്നതെന്നും പറയുന്നുണ്ട്. CCTVയിൽ നിന്നും സ്റ്റീഫൻ ആ ഡോഗുമായി പോകുന്നതും കാളിദാസ് കാണും. സോ ഉടനെ സ്റ്റീഫന്റെ വീട് ചെക്ക് ചെയ്തോ എന്ന് വൈഷ്ണവി രംഗൻ എന്ന കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു. എന്നാൽ സ്റ്റീഫന്റെ റൂം മാത്രം ഞങ്ങൾ ചെക്ക് ചെയ്തില്ലെന്നും സ്റ്റീഫൻ നടരാജ് സാറിന്റെ ജൂനിയർ ആയതുകൊണ്ട് സോ ഞങ്ങൾ ആ റൂം മാത്രം ചെക്ക് ചെയ്തില്ലെന്നും അയാൾ പറയുന്നു. സ്റ്റീഫൻ തന്നെയാകാം മിത്രയുടെ മിസ്സിംഗിന് പിന്നിലെന്നും മനസ്സിലാക്കിയ അവർ ഉടനെ സ്റ്റീഫന്റെ ഫ്ളാറ്റിലേക്ക് പോകും. പൂട്ടിയിട്ടിരുന്ന സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ അവർ പൊളിച്ച് അകത്ത് കയറുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ സ്റ്റീഫൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. സ്റ്റീഫൻ തന്നെയാണ് മിത്രയെ അപായപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കി ഉടനെ സ്റ്റീഫനെ കണ്ടെത്താൻ അവർ തീരുമാനിക്കും. ഈ സമയത്താണ് സ്റ്റീഫൻ ഒരു പള്ളിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. കാളിദാസും മറ്റു പോലീസുകാരും ഉടനെ ആ പള്ളിയിലേക്ക് പോകും. സ്റ്റീഫന്റെ പേരിൽ മുൻപ് എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നും സ്റ്റീഫനെ കുറിച്ച് അന്വേഷിക്കാനും മറ്റൊരു പോലീസുകാരനോടും കാളിദാസ് പറയുന്നുണ്ട്. ഒരു മൈനറായ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന കേസ് സ്റ്റീഫന്റെ മേലുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ആ കേസിൽപ്പെട്ട് സ്റ്റീഫൻ ഒരുപാട് നാള് ജയിലിൽ കിടന്നതുമാണ്. അവിടെ നിന്നും സ്റ്റീഫനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും ഈ നടരാജ് എന്ന വക്കീലായിരുന്നു. സ്റ്റീഫനെ അന്വേഷിച്ച് അവർ ആ പള്ളിയിലെത്തുമ്പോൾ കമ്മീഷണർ ഓർഡർ നൽകിയ കുറച്ച് പോലീസുകാർ അതിനു മുൻപ് തന്നെ സ്റ്റീഫനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോയിരുന്നു. ആ വണ്ടി ഫോളോ ചെയ്ത് വൈഷ്ണവിയും കാളിദാസും എത്തും. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കേസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഉടനെ ഞങ്ങൾക്ക് സ്റ്റീഫനെ വിട്ടു നൽകണമെന്നും കാളിദാസ് പറയുന്നു. എന്നാൽ സ്റ്റീഫന്റെ പേരിൽ മറ്റൊരു കേസുണ്ടെന്നും കമ്മീഷണറിന്റെ ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും സ്റ്റീഫനെ പിടികൂടിയ കമ്മീഷണറുടെ പോലീസുകാർ പറയും. സോ വൈഷ്ണവി ഉടനെ കമ്മീഷണറിനെ വിളിച്ച് സ്റ്റീഫനെ ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് പറയുന്നത് കൊണ്ട് കമ്മീഷണർ അവർക്ക് സ്റ്റീഫനെ വിട്ടു നൽകുകയും ചെയ്യുന്നു. 6 വർഷം മുമ്പ് അവൻ ഒരു മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അവൻ രക്ഷപ്പെട്ടു വന്നതാണെന്നും അവർക്ക് മനസ്സിലാകും. സോ മിത്രയുടെ മിസ്സിംഗിന് പിന്നിലും സ്റ്റീഫൻ തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്യുന്നു. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ചും ഒന്നും അറിയില്ലെന്നും മിത്രയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് സ്റ്റീഫൻ പറയുന്നത്. അവർ സ്റ്റീഫനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ രൂപ ഓടി വന്ന് അവിടെ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ടെന്ന് പറയും. ആ അപ്പാർട്ട്മെന്റിന്റെ പരിസരത്ത് നിന്ന് മാറി കുറച്ച് അകലെയായി മിത്രയുടെ ഡെഡ് ബോഡി ഒരു ബാഗിനുള്ളിൽ ആക്കപ്പെട്ട നിലയിൽ അവിടെ നിന്നും അവർക്ക് കിട്ടുന്നു. വളരെ ബ്രൂട്ടലായി കൊല്ലപ്പെട്ട മിത്രയെ കണ്ട് അവളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ അവിടെ കൂടി നിന്ന് എല്ലാവരും പൊട്ടിക്കരയുന്നു. ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് ഓർത്ത് വൈഷ്ണവിയും കാളിദാസും വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. മിത്ര മരിക്കുന്നതിന് മുൻപ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവക്കുട്ടി ഇപ്പോൾ സ്റ്റീഫന്റെ വീട്ടിലാണുള്ളത്. സ്റ്റീഫൻ അത് കാണുകയും ഉടനെ അവനത് അവന്റെ ഫ്ലോറിൽ നിന്നും താഴേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യും.
അത് താഴെയുള്ള ചെടികൾക്കിടയിൽ പോയി വീഴുന്നു. സ്റ്റീഫൻ മിത്രയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവസാനമായി സ്റ്റീഫന്റെ അടുത്തേക്കാണ് മിത്ര എത്തിയത്. കാളിദാസിനും വൈഷ്ണവിക്കും സ്റ്റീഫന്റെ മേലെ തന്നെയായിരുന്നു ഈ കേസിൽ സംശയവും ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ നീ എന്താണ് ചെയ്തത്, അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച് കാളിദാസ് അടങ്ങുന്ന പോലീസുകാർ സ്റ്റീഫനെ വളരെയധികം മർദ്ദിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി ഒരക്ഷരം പോലും സ്റ്റീഫൻ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം നടരാജും അങ്ങോട്ടേക്ക് വരും. സ്റ്റീഫൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ലെന്നും അവനെ വിട്ടയക്കണമെന്നും കാളിദാസിനോട് നടരാജ് പറയുന്നു. ഓ, ഇവൻ ഇതിനു മുൻപും ചെയ്ത ആ വലിയ കൊലപാതകത്തിൽ നിന്നും നിങ്ങൾ തന്നെയാണല്ലോ ഇവനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾ ഒറ്റയൊരുത്തനാണ് ഈ കൊടും ക്രിമിനലിനെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്നും വൈഷ്ണവി നടരാജനോട് പറയുന്നു. ആ കേസിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അവൻ തെറ്റ് ചെയ്യാൻ വഴിയില്ലെന്നും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയാനും നടരാജ പറയും. നിലവിൽ അവരുടെ കയ്യിൽ സ്റ്റീഫനെതിരെ ഒരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. വൈകാതെ തന്നെ തെളിവുകൾ ഹാജരാക്കാമെന്ന് വൈഷ്ണവി പറയുമ്പോൾ തെളിവ് കിട്ടിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തോ, ഇപ്പോൾ നിങ്ങൾക്ക് അവനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് അവനെ എന്റെ കൂടെ വിടണമെന്നും നടരാജ പറയുന്നു. ഇല്ല സാർ, സ്റ്റീഫനെ വിടാൻ കഴിയില്ലെന്ന് വൈഷ്ണവി പറയുന്നതിനാൽ ദേഷ്യം വരുന്ന നടരാജ് ഹയർ ഓഫീസേഴ്സിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ഹയർ ഓഫീസേഴ്സ് ഉടനെ വൈഷ്ണവിയെ വിളിച്ച് തെളിവുകളില്ലാതെ സ്റ്റീഫനെ കൈവശം വെക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് അവനെ വിട്ടയക്കണമെന്നും പറയുന്നു. ഇതോട് കേൾക്കുമ്പോൾ വൈഷ്ണവിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനെ വിട്ടയക്കും. മിത്രയുടെ പേരൻസ് ആകട്ടെ മിത്രയുടെ മരണശേഷം അവർ വളരെയധികം തകർന്ന അവസ്ഥയിലായിരുന്നു. സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിടത്തേക്ക് നടരാജ് എത്തിയതിനാൽ വൈഷ്ണവിക്ക് സംശയം തോന്നുന്നത് കാളിദാസിന്റെ മേലാണ്. കാളിദാസിനും നടരാജും തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു. സോ കാളിദാസ് ആണ് ഈ ഇൻഫർമേഷൻ നടരാജിനെ അറിയിച്ചത് എന്നൊരു സംശയം വൈഷ്ണവിക്ക് ഉണ്ടാകുന്നു. സോ വൈഷ്ണവി ഉടനെ കമ്മീഷണറെ മീറ്റ് ചെയ്ത് ഈ കേസിൽ നിന്നും കാളിദാസിനെ മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഈ കേസ് ഞാൻ തനിയെ ഹാൻഡിൽ ചെയ്തോളാമെന്നും വൈഷ്ണവി പറയുന്നു. എന്നാൽ അത് പറ്റില്ലെന്നും കാളിദാസ് വളരെ മികച്ചൊരു പോലീസുകാരനാണെന്നും അവനെ ഒഴിവാക്കിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും കമ്മീഷണർ പറയും. വൈഷ്ണവിക്ക് തന്റെ മേൽ സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ കാളിദാസ് ആകട്ടെ, മാഡം നടരാജ സാറുമായി എനിക്ക് നല്ല പരിചയമുണ്ട്, എന്നാൽ സ്റ്റീഫനെ പിടിച്ച കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലെന്നും വേറെ ആരോ ആണ് ഈ കാര്യം പറഞ്ഞതെന്നും കാളിദാസ് പറയും. ഈ സമയം ഇവർ സംസാരിക്കുന്നിടത്തേക്ക് രൂപ വരുന്നു. രൂപ എന്തോ അർജന്റായ കാര്യം അവരോട് സംസാരിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവൾക്കൊരു കോൾ വരുന്നു. രൂപ ഈ സമയം കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കും. നീ പേടിക്കണ്ടെന്നും ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാമെന്നും രൂപ ഫോണിലൂടെ സംസാരിക്കുന്നത് കാളിദാസും വൈഷ്ണവിയും കേൾക്കുന്നു. കോൾ കട്ട് ചെയ്തതിനു ശേഷം രൂപ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിന് പിന്നിൽ തീർച്ചയായും സ്റ്റീഫൻ തന്നെയാക്കാനാണ് ചാൻസ് എന്നും, കാരണം മിത്ര മരിക്കുന്ന അന്ന് രാത്രിയിൽ സ്റ്റീഫനും സ്റ്റീഫന്റെ പട്ടിക്കുട്ടിക്കുമൊപ്പം മിത്രയും ആ ലിഫ്റ്റിൽ കയറി പോകുന്നത് എന്റെ മകൾ കണ്ടെന്ന് രൂപ അവരോട് പറയുന്നു. രൂപ അവരോട് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് വീണ്ടും ഒരു കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന രൂപ ഉടനെ ഷോക്ക്ഡായി കരയാനായി തുടങ്ങും. അവൾ ഉടനെ തന്നെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുകയും ചെയ്യുന്നു. കാര്യം എന്താണെന്നറിയാതെ വൈഷ്ണവിയും കാളിദാസും അവൾക്കൊപ്പം ആ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. എന്നാൽ കാളിദാസിനെയും വൈഷ്ണവിയെയും അകത്ത് കടക്കാത്ത രീതിയിൽ അവിടുത്തെ ആളുകളെല്ലാം ഗേറ്റ് ക്ലോസ് ചെയ്ത് ഇത്ര ദിവസമായിട്ടും മിത്രയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാത്തതിൽ അവരോട് പ്രതിഷേധിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയും ആ ഫ്ളാറ്റിൽ മരിച്ചിരിക്കുകയാണ്. അതായത് രൂപയുടെ മകളുടെ ഫ്രണ്ടായ പൂർണ്ണ എന്ന പെൺകുട്ടിയും ഇപ്പോൾ മരിച്ചിരിക്കുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് പൂർണ്ണയുടെ ഡെഡ് ബോഡി കിട്ടുക. അവളെ കെട്ടിപ്പിടിച്ച് രൂപയും അവളുടെ മകളും കരയുന്നുണ്ട്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ ആരെങ്കിലും പ്ലാൻ ചെയ്ത് കൊന്നതാണോ എന്നും മനസ്സിലാകുന്നില്ല. കാളിദാസ് ഗോകുലിനെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ഗോകുൽ, ഞങ്ങളെ അകത്തേക്ക് കയറ്റിയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ സംസാരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ നൽകണമെന്ന് കാളിദാസ് പറയും. വൈഷ്ണവിക്ക് ഈ കേസിലും സ്റ്റീഫന്റെ മേൽ തന്നെയായിരുന്നു സംശയം. സോ സ്റ്റീഫനെ ഫോളോ ചെയ്യാൻ ഒരു പോലീസുകാരനെയും വൈഷ്ണവി അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണുകയാണ്. അവനെ ഫോളോ ചെയ്തതെന്ന ആ പോലീസുകാരനും ആ തിയേറ്ററിലുണ്ട്. സിനിമ തീരുന്നതിന് മുൻപേ തന്നെ അവൻ അവിടെ നിന്നും പോകുന്നു. എവിടേക്കാണ് അവൻ പോകുന്നതെന്ന് അറിയാനായി ആ പോലീസുകാരനും അവനെ ഫോളോ ചെയ്യും. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്റ്റീഫൻ കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ഈ സമയത്താണ് തിയേറ്ററിൽ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചോടി വരുന്നത് ആ പോലീസുകാരൻ കാണുക. എന്താണ് സംഭവിച്ചതെന്നറിയാനായി അയാൾ അകത്തേക്ക് കയറി നോക്കും.
സ്റ്റീഫന്റെ അടുത്തായി ഇരുന്ന ആളാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. ഉറപ്പായും സ്റ്റീഫൻ തന്നെയാകാം അയാളെ കൊന്നതെന്ന് ആ പോലീസുകാരന് മനസ്സിലാകും. ഈ വിവരം അയാൾ വൈഷ്ണവിയെയും കാളിദാസിനെയും വിളിച്ചറിയിക്കുന്നു. എന്നാൽ സ്റ്റീഫൻ എന്തിനാകാം അയാളെ കൊന്നതെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടിയിരുന്നില്ല. ഇതുകൂടിയാകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വൈഷ്ണവി നേരെ ആ അപ്പാർട്ട്മെന്റിലെത്തി സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും മുന്നിലൂടെ മിത്രയുടെ കൊലയാളി എന്ന് പറഞ്ഞ് സ്റ്റീഫനെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടേക്ക് ഓടി വരുന്ന സഞ്ജു സ്റ്റീഫനെ കണ്ട് ആകെ ഷോക്ക്ഡ് ആകും. എന്നാൽ ഇത്രയും പരസ്യമായി സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തതിൽ കമ്മീഷണറും വൈഷ്ണവിയെ നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. അവനാണ് കുറ്റം ചെയ്തതെന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല, പിന്നെ എങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? ഇനി മുതൽ നിങ്ങൾ ഈ കേസ് നോക്കേണ്ട ആവശ്യമില്ലെന്നും ഞാൻ വേറെ ആർക്കെങ്കിലും ഈ കേസ് കൊടുത്തോളാമെന്നും കമ്മീഷണർ അവരോട് പറയുന്നു. സ്റ്റീഫനെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ വീണ്ടും അവർ സ്റ്റീഫനെ വിട്ടയക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് സ്റ്റീഫൻ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഇത് ഗോകുലും കാണുന്നു. ഗോകുൽ ഉടനെ കാളിദാസിനെ കോൾ ചെയ്ത് സാർ എന്തിനാണ് ഇവനെ തിരിച്ചുവിട്ടതെന്നും അയാൾ ചോദിക്കും. അവനെതിരെ തെളിവില്ലെന്നും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കാളിദാസ് പറയും. ഇത് കേട്ട് ഗോകുൽ വളരെ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുന്നു. ഉറപ്പായും സ്റ്റീഫൻ തന്നെയാകാം മിത്രയെ കൊന്നിട്ടുണ്ടാവുകയെന്ന് വൈഷ്ണവി പറയും. കാരണം 6 വർഷം മുൻപ് ഇതേ രീതിയിൽ തന്നെ ഒരു മൈനർ പെൺകുട്ടിയെ അവൻ കൊന്നിരുന്നു. ആ കേസിൽ അവൻ കുറച്ചുനാൾ ജയിലിൽ കിടന്നതുമാണ്. ഈ നടരാജാണ് അവനെ ജയിലിൽ നിന്നും പുറത്തിറക്കിയത്. സ്റ്റീഫനെ പുറത്തിറക്കാനായി നടരാജ് ഉപയോഗിച്ചത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഒരു മൊഴിയാണെന്നും വൈഷ്ണവി പറയും. മൊഴി നൽകുമ്പോൾ അവൾ മൈനർ ആയിരുന്നു, അതുകൊണ്ട് അവളുടെ ഐഡന്റിറ്റി അവൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലെന്നും അവളുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെയും അവളെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പോലും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും വൈഷ്ണവി പറയുന്നു. അവളെക്കുറിച്ച് അറിയാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് കാളിദാസ് വൈഷ്ണവിയോട് പറയും. നടരാജുമായി കാളിദാസിന് ഒരു അടുപ്പം ഉണ്ടായിരുന്നതിനാൽ അവൻ നേരെ നടരാജിനെ മീറ്റ് ചെയ്ത് സ്റ്റീഫന് വേണ്ടി മൊഴി നൽകിയ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. നടരാജും ആ ഡീറ്റെയിൽസ് കാളിദാസിന് നൽകും. ആ പെൺകുട്ടി ആരാണെന്നറിഞ്ഞ് അവരെല്ലാവരും ഷോക്ക്ഡ് ആകും. കാരണം അത് മിത്രയുടെ അമ്മയായ സഞ്ജു തന്നെയായിരുന്നു. ഇവിടെയാണ് സിനിമയിലെ ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ആക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഈ സഞ്ജുവും സ്റ്റീഫനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. കാളിദാസും വൈഷ്ണവിയും ഉടനെ സഞ്ജുവിനെ മീറ്റ് ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഈ സഞ്ജുവും സ്റ്റീഫനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. സ്റ്റീഫന്റെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി അവർ മീറ്റ് ചെയ്യുകയും സഞ്ജു അവനൊരു ഗിഫ്റ്റ് നൽകുകയും ചെയ്യുന്നു. അവളുടെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് വാങ്ങി അവൻ സന്തോഷത്തോടെ നടന്നു പോകും. അവൻ നടന്നു പോകുന്ന വഴിയിൽ അവനെതിരായി മണി, ശരവണൻ, ജന എന്നീ 3 പേർ പോകുന്നതും കാണിക്കുന്നുണ്ട്. സ്റ്റീഫൻ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നത്. ആക്ച്വലി അവനെ ക്രോസ് ചെയ്തു പോയ ആ 3 പേരായിരുന്നു ആ പെൺകുട്ടിയെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞത്. ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി സ്റ്റീഫൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാരെല്ലാവരും കൂടി ഓടി വരുന്നത് അവൻ കാണുക. പെട്ടെന്ന് വെപ്രാളത്തിൽ സ്റ്റീഫനും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. സോ സ്റ്റീഫനാകാം ആ കുട്ടിയോട് അതിക്രമം കാണിച്ചതെന്ന് കരുതി ആ നാട്ടുകാരെല്ലാവരും കൂടി അവനെ പിടിക്കുകയും സഞ്ജുവിന്റെ മുന്നിലിട്ട് അവനെ തല്ലുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ഒരു മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നതിന്റെ പേരിൽ സ്റ്റീഫൻ പോലീസ് കസ്റ്റഡിയിലാകുന്നതും കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നതും. എന്നാൽ അത്രയും സമയം സഞ്ജുവിനൊപ്പം സ്റ്റീഫൻ ഉണ്ടായിരുന്നതിനാൽ സ്റ്റീഫൻ അല്ല അത് ചെയ്തതെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു. പക്ഷെ ആ സമയത്ത് സഞ്ജു മൈനർ ആയതുകൊണ്ട് ഇതൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പാണ്ഡ്യൻ എന്നൊരാളാണ് സ്റ്റീഫനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇതൊക്കെ തുറന്നു പറയണമെന്ന് പറഞ്ഞ് സഞ്ജുവിനെ കൊണ്ട് പോലീസിൽ മൊഴി കൊടുപ്പിക്കുന്നത്. അങ്ങനെ നടരാജ് എന്ന വക്കീൽ വഴി സ്റ്റീഫനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്യുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ സഞ്ജു കാളിദാസിനോടും വൈഷ്ണവിയോടും പറയും. സ്റ്റീഫനെ ഹെൽപ്പ് ചെയ്ത പാണ്ഡ്യൻ ആരാണെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സഞ്ജുവിനോട് കാളിദാസ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. കാളിദാസിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിലും വൈഷ്ണവി ഇതിനെ മറ്റൊരു രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അതായത് സഞ്ജുവും സ്റ്റീഫനും തമ്മിൽ കല്യാണത്തിന് ശേഷവും അഫെയർ ഉണ്ടായിരുന്നെന്നും അതിനാൽ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് മിത്ര എന്ന പെൺകുട്ടിയെ കൊന്നു കളഞ്ഞതെന്നും വൈഷ്ണവി പറയും. ഇത് കേട്ട് സഞ്ജു ആകെ തകർന്നു പോകും. അവൻ ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് പോലും നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് ഞാൻ അറിഞ്ഞതെന്നും സഞ്ജു പറയും. സത്യമായിട്ടും എനിക്കും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് സഞ്ജു പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഗോകുൽ അങ്ങോട്ടേക്ക് വരിക. ആവശ്യമില്ലാതെ സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കരുതെന്നും എനിക്ക് ഇവളെ അറിയാമെന്നും ഗോകുൽ പറയും. അവിടെ നിന്നും തിരിച്ചു പോരുന്ന വൈഷ്ണവിയോട് മാഡം എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്നും സഞ്ജു ഒരിക്കലും ഇതിൽ ഇൻവോൾവ് ആകാൻ സാധ്യതയില്ലെന്നും കാളിദാസ് പറയും. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ ചോദിച്ചതെന്ന് വൈഷ്ണവിയും ദേഷ്യത്തോടെ കാളിദാസിനോട് പറയും. ഇവർ രണ്ടുപേരും കൂടി സ്റ്റീഫനെ ഹെൽപ്പ് ചെയ്ത പാണ്ഡ്യൻ എന്നയാളെ കാണാനായി ചെല്ലുന്നു. പാണ്ഡ്യൻ ഒരു ഗുണ്ടയാണ്. കാശ് മേടിച്ച പലരെയും കൊല്ലാനും തല്ലാനും
കൊല്ലാനും ഒക്കെ പോകുന്നയാളാണ് ഈ പാണ്ഡ്യൻ. ഇപ്പോൾ ഒരു ഇറച്ചിവിട്ട കടയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. പാണ്ഡ്യനെ മീറ്റ് ചെയ്ത് സ്റ്റീഫനെ എന്തിനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തതെന്ന് കാളിദാസ് ചോദിക്കും. ഒരു വലിയ ഗുണ്ടാ നേതാവായിരുന്ന ഈ പാണ്ഡ്യനെ നല്ല രീതിയിലാക്കിയത് നടരാജ് എന്ന വക്കീലാണ്. ഈ കാര്യങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് കാളിദാസ് പറയും. മൈനർ പെൺകുട്ടിയെ കൊന്നതിന്റെ പേരിൽ സ്റ്റീഫൻ ജയിലിലാകുമ്പോൾ അവനൊപ്പം ജയിലിലുണ്ടായിരുന്ന ആളായിരുന്നു ഈ പാണ്ഡ്യൻ. സോ സ്റ്റീഫൻ നടന്ന കാര്യങ്ങളെല്ലാം പാണ്ഡ്യനോട് തുറന്നു പറഞ്ഞിരുന്നു. സ്റ്റീഫന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അങ്ങനെ പാണ്ഡ്യന് മനസ്സിലാകും. അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ പാണ്ഡ്യൻ നടരാജ് എന്ന വക്കീലിനെ കണ്ട് സ്റ്റീഫനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതും. അതിനുശേഷമാണ് ലോ പഠിച്ച് സ്റ്റീഫൻ ഒരു വക്കീലായി മാറുകയും നടരാജിന്റെ ജൂനിയറായി ജോലി ചെയ്യുകയും ചെയ്യുന്നത്. ആ മൈനർ പെൺകുട്ടിയെ കൊന്നത് സ്റ്റീഫൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് അത് ചെയ്തതെന്നും കാളിദാസ് ചോദിക്കും. അതിനുള്ള കാരണവും പാണ്ഡ്യൻ പറയുന്നു. അന്ന് രാത്രി മദ്യലഹരിയിലുണ്ടായിരുന്ന ആ 3 പേർ വഴിയിൽ നിൽക്കുന്ന ആ മൈനർ പെൺകുട്ടിയെ കാണുന്നു. അവർ ഫുൾ ലഹരിയിലായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അവർ റേപ്പ് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. ആ 3 പേരിൽ 2 പേരെയാണ് സ്റ്റീഫൻ ഇതിനകം കൊന്നുകളഞ്ഞത്. മണി എന്നയാളെ കോടതിയിൽ വെച്ച് പാണ്ഡ്യൻ പിടിച്ചുകൊണ്ടുപോയി സ്റ്റീഫനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അയാളെ സ്റ്റീഫൻ കൊല്ലുകയും ചെയ്തിരുന്നു. മറ്റൊരാളെ തിയേറ്ററിൽ വെച്ചും സ്റ്റീഫൻ കൊന്നുകളഞ്ഞു. ഇനി ജന എന്ന 3ാമത് ഒരാൾ കൂടിയുണ്ട്. ഇപ്പോൾ അയാൾ മാത്രമാണ് ജീവനോടെ ഉള്ളത്. ബാക്കി 2 പേരെയും ഇതിനോടകം അവർ കൊന്നുകളഞ്ഞിരുന്നു. അപ്പോൾ നീയും സ്റ്റീഫനും കൂടിയാണോ അവരെ കൊന്നതെന്ന് കാളിദാസ് ചോദിക്കും. എന്നാൽ ആ ചോദ്യത്തിന് ഒരു മറുപടി നൽകാതെ അവർക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടിയെന്ന് മാത്രമാണ് പാണ്ഡ്യൻ പറയുന്നത്. ഇനി 3ാമത് ഒരുത്തൻ കൂടിയുണ്ട്. അവനും ഉടനെ മരണപ്പെടുമെന്ന് ഇൻഡയറക്റ്റായി പാണ്ഡ്യൻ കാളിദാസിനോട് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വൈഷ്ണവി സ്റ്റീഫനെ പിടിക്കാനായി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ 3 പേരിൽ ഇനി ജീവനോടെയുള്ളത് ജന എന്ന ആളാണ്. ജനയോട് ബാക്കി 2 പേരെ കൊന്നത് സ്റ്റീഫനും പാണ്ഡ്യനുമാണെന്ന് പറയണമെന്നും അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായും ജന ഇവർക്കെതിരെ തിരിയുമെന്നും വൈഷ്ണവി പറയും. ജനയെ കൊല്ലാനായി സ്റ്റീഫൻ ഉറപ്പായും വരും. ആ സമയത്ത് നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാമെന്നും വൈഷ്ണവി പറയുന്നു. ഇതൊന്നും വേണ്ടെന്ന് കാളിദാസ് പറയുമെങ്കിലും വൈഷ്ണവി അതൊന്നും കേൾക്കാൻ തയ്യാറാകില്ല. സ്റ്റീഫൻ എപ്പോഴും അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോകാറുണ്ട്. ഈ വിവരം ജനയോട് വൈഷ്ണവി മറ്റൊരാൾ മുഖേന അറിയിക്കുന്നു. തന്റെ 2 ഫ്രണ്ട്സിനെയും കൊന്ന ദേഷ്യത്തിൽ ജന സ്റ്റീഫനെ കൊല്ലാനായി അവിടേക്ക് വരും. പള്ളിയിലെത്തുന്ന സ്റ്റീഫനെ കൊല്ലാനായി ജന തയ്യാറെടുക്കുന്നു. ഈ സമയം പെട്ടെന്ന് അവിടെ കറണ്ട് പോകുകയും എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുകയും ചെയ്യും. എന്നാൽ വൈഷ്ണവിയുടെ ഈ പ്ലാൻ മനസ്സിലാക്കി കാളിദാസ് നേരത്തെ തന്നെ ആ പള്ളിയിൽ എത്തിയിരുന്നു. സ്റ്റീഫനെ ജന പിടിക്കുന്നതിന് മുൻപായി തന്നെ പാണ്ഡ്യന്റെ ആളുകൾ ജനയെ പിടിക്കുകയും അവിടെ നിന്നും കാറിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്യും. എന്നാൽ പാണ്ഡ്യന്റെ ആളുകളാണ് ജനയെ കൊണ്ടുപോയതെന്ന് മനസ്സിലാകാതെ സ്റ്റീഫനും അവരെ ഫോളോ ചെയ്യാനായി തുടങ്ങുമ്പോൾ കാളിദാസും അങ്ങോട്ടേക്ക് വരും. കാളിദാസ് സ്റ്റീഫനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നു. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ നീ നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ജനയെ പിന്തുടരാനാണ് സ്റ്റീഫൻ ശ്രമിക്കുക. നീ ഇപ്പോൾ ജനയുടെ പുറകെ പോയാൽ ഉറപ്പായും പോലീസ് നിന്നെ പിടികൂടും. സോ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും കാളിദാസ് പറയും. കാളിദാസ് തന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്റ്റീഫനും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നു. ആ പെൺകുട്ടിയുടെ കേസിൽ നിന്നും സ്റ്റീഫൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. സഞ്ജുവിനെയും കുട്ടിയെയും ദൂരെ നിന്നെങ്കിലും കാണാൻ വേണ്ടിയിട്ടായിരുന്നു മനഃപൂർവ്വം ആ അപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റീഫൻ എത്തിയത്. സഞ്ജുവിന്റെ കുഞ്ഞിനെ ഒന്ന് അടുത്തു കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഡോഗിനെ കാണിച്ച് മിത്രയെ അവൻ മനഃപൂർവ്വം ഫോളോ ചെയ്യിപ്പിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന മിത്രയോട് വളരെ സ്നേഹത്തോടെയാണ് സ്റ്റീഫൻ സംസാരിക്കുന്നത്. ഈ ഡോഗിനെ വേണോ എന്ന് അവൻ ചോദിക്കും. വേണമെന്ന് അവൾ പറയുമ്പോൾ അവളുടെ പാവയുടെ കഴുത്തിലുണ്ടായിരുന്ന കയറെടുത്ത് ആ ഡോഗിന്റെ കഴുത്തിൽ കെട്ടി ആ ഡോഗിനെ സ്റ്റീഫൻ അവൾക്ക് നൽകുന്നു. ആ പട്ടിക്കുട്ടിയുമായി മിത്ര സ്റ്റീഫന്റെ അടുത്ത് നിന്നും പോകുന്നു. പിന്നീട് എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്നും സ്റ്റീഫൻ കാളിദാസിനോട് പറയും. മിത്രയെ കാണാനില്ലെന്ന് അറിഞ്ഞതു മുതൽ ഞാനും അവളെ തിരയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ എന്നെയും വളരെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവൾ ഡെഡ് ബോഡി കിട്ടിയതെന്നും സ്റ്റീഫൻ പറയും. പെൺകുട്ടി മരിച്ചു കിടന്നിടത്തു നിന്ന് സ്റ്റീഫന് ഒരു ഹൾക്കിന്റെ മാസ്കും കിട്ടിയെന്ന് സ്റ്റീഫൻ കാളിദാസിനോട് പറയുന്നു. ഉറപ്പായും മിത്രയെ കൊന്നയാളുടെ ആകാം ആ മാസ്ക് എന്ന് അവർ ചിന്തിക്കും. സോ ആ ഫംഗ്ഷനിൽ ആരാണ് ഹൾക്കിന്റെ മാസ്ക് വെച്ചതെന്ന് കണ്ടുപിടിക്കാനായി സ്റ്റീഫനും കാളിദാസും വീണ്ടും ആ അപ്പാർട്ട്മെന്റിലെത്തുകയും അവിടുത്തെ CCTV ഫുട്ടേജസ് പരിശോധിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ പ്രസന്നയാണ് ആ മാസ്ക് വെച്ചതെന്ന് ആ CCTV ഫുട്ടേജസിൽ നിന്നും കാളിദാസിന് മനസ്സിലാക്കും. പ്രസന്ന തന്നെയാകാം ആ കുട്ടിയെ കൊന്നത് എന്നൊരു സംശയവും കാളിദാസിന് ഉണ്ടാകുന്നു. കാളിദാസ് ഉടനെ അവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ച് പ്രസന്ന ഫ്ളാറ്റിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്നും സെക്യൂരിറ്റി പറയും. എന്നാൽ എന്തിനാണ് പ്രസന്നയെ കുറിച്ച് പോലീസ് ചോദിച്ചതെന്ന് സെക്യൂരിറ്റിക്ക് മനസ്സിലാക്കും.
മനസ്സിലായിരുന്നില്ല. സോ ഈ വിവരം പ്രസന്നയോട് പറയാമെന്ന് കരുതി അയാൾ പ്രസന്നയെ വിളിച്ച് കാര്യം പറയുന്നു. ഇത് കേൾക്കുന്ന പ്രസന്ന വളരെ ടെൻഷനോടെ മുകൾ നിലയിലേക്ക് കയറിപ്പോകും. കാളിദാസും മറ്റു പോലീസുകാരും അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് തന്നെ മുകളിൽ നിന്നും ചാടി പ്രസന്ന മരിക്കുകയും ചെയ്യുന്നു. പ്രസന്ന തന്നെയാകാം മിത്ര എന്ന പെൺകുട്ടിയെ കൊന്നതെന്നും അത് പുറത്തു വരാതിരിക്കാനാകാം അയാൾ ആത്മഹത്യ ചെയ്തതെന്നും വൈഷ്ണവിയും കാളിദാസും ചിന്തിക്കും. ഈ സമയം സ്റ്റീഫന് പാണ്ഡ്യന്റെ കോൾ വരുന്നു. ജന ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണെന്നും അവനെ ഞാൻ അവസാനിപ്പിക്കുകയാണെന്നും പാണ്ഡ്യൻ പറയും. ഇത് കേട്ട സ്റ്റീഫനും വളരെ ഹാപ്പിയാകും. ആ ചെറിയ കുട്ടിയോട് അനീതി ചെയ്ത ആ 3 പേരെയും അവർ കൊന്നുകളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ കേസ് ഏകദേശം സോൾവ് ആയെന്ന് വൈഷ്ണവിയും കാളിദാസും ചിന്തിക്കുമ്പോഴാണ് കാളിദാസിന് മറ്റൊരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫന്റെ കൂടെ ആ ചെറിയ കുട്ടി പോകുന്നത് എന്റെ മകൾ കണ്ടു എന്ന് രൂപ പറഞ്ഞിരുന്നല്ലോ. അവർക്ക് എങ്ങനെ അത് കാണാൻ കഴിയും? സ്റ്റീഫനെ കാണാൻ ആ കുട്ടി സ്റ്റീഫന്റെ കൂടെ പോയിട്ടില്ലല്ലോ. ഒറ്റയ്ക്കാണ് സ്റ്റീഫന്റെ ഫ്ളാറ്റിലേക്ക് അവൾ ചെല്ലുന്നത്. അത് തന്നെയല്ല, ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രൂപ പറഞ്ഞ പല കാര്യങ്ങളിലും എന്തൊക്കെയോ സംശയം കാളിദാസിന് തോന്നാനായി തുടങ്ങും. ഈ സമയം രൂപ എവിടെയാണെന്ന് കാളിദാസ് അന്വേഷിക്കുമ്പോൾ അവർ അവളുടെ വീട്ടിലാണെന്ന് മനസ്സിലാകുന്നു. സോ ഈ കേസുമായി രൂപയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി കാളിദാസ് ഉടനെ അങ്ങോട്ടേക്ക് പോകും. കാളിദാസ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണെന്ന് രൂപയ്ക്ക് മനസ്സിലാകുന്നു. തീർച്ചയായും ഈ കേസിൽ നിങ്ങൾക്ക് എന്തോ പങ്കുണ്ട്. സത്യം എന്താണെന്ന് തുറന്നു പറയാനും കാളിദാസ് പറയും. ഞാൻ എല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞ് അവരും നടന്ന കാര്യങ്ങൾ പറയാനായി തുടങ്ങുന്നു. അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഇവരുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം മുകളിൽ നിന്നും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി രൂപയുടെ മകളും അവളുടെ ഫ്രണ്ടായ പൂർണ്ണയും പോകുന്നു. രണ്ടുപേരും മുകളിൽ നിന്നും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മദ്യലഹരിയിലുള്ള ആ ബാച്ചിലേഴ്സിൽപ്പെട്ട ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ കയ്യിൽ അവന്റെ നായക്കുട്ടിയുമുണ്ട്. എന്റെ നായയെ നിങ്ങൾ കണ്ടോ, അതിന്റെ ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് അവൻ വളരെ വിയേർഡായി അവരോട് പെരുമാറാൻ തുടങ്ങുന്നു. ആ ഡോഗിനെ ആ കുട്ടികളുടെ മുഖത്തേക്ക് നീട്ടിപ്പിടിച്ച് അവരെ പേടിപ്പിക്കാനും അയാൾ ട്രൈ ചെയ്യും. ഈ സംഭവത്തിൽ രൂപയുടെ മകളും പൂജയും വളരെ പേടിച്ചിരുന്നു. അവരെ പേടിപ്പിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകുകയും ചെയ്യും. രൂപ മകളെ തേടി വരുമ്പോൾ അവൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ് കാണുന്നത്. രൂപയോടെ നടന്ന കാര്യങ്ങളെല്ലാം മകളും ഫ്രണ്ടായ പൂർണ്ണയും കൂടി പറയുന്നു. ശരി, സാരമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രൂപ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങും. അപ്പോഴാണ് മിത്ര സ്റ്റീഫന്റെ ഡോഗുമായി അങ്ങോട്ടേക്ക് വരിക. ഈ ഡോഗിനെ കാണിച്ചാണ് അയാൾ ഞങ്ങളെ പേടിപ്പിച്ചതെന്ന് പൂർണ്ണ പറയും. എന്നാൽ ശരിക്കും അത് സ്റ്റീഫന്റെ ഡോഗ് ആയിരുന്നു. എന്നാൽ ഇവരെ പേടിപ്പിച്ച അയാളുടെ ഡോഗാണ് ഇതെന്ന് കരുതി അതിനെ മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞ് കൊല്ലാൻ രൂപ ശ്രമിക്കും. ആ ഡോഗിന്റെ കഴുത്തിലുണ്ടായിരുന്ന കയറ് മിത്രയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ശ്രദ്ധിക്കാതെ രൂപ ആ ഡോഗിനെ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്കെറിയുന്നു. ഡോഗിന്റെ കയറ് കുട്ടിയുടെ കയ്യിൽ ചുറ്റിയിരുന്നതിനാൽ ആ ഡോഗിനൊപ്പം മിത്രയും താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യും. ഈ സമയം രൂപയോടൊപ്പം പൂർണ്ണ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ട് പൂർണ്ണ വളരെ ഷോക്ഡ് ആകുന്നു. എങ്ങനെയെങ്കിലും ഇത് മറച്ചു വെക്കാൻ രൂപ തീരുമാനിക്കും. ആ ചെറിയ കുട്ടിയുടെ ബോഡി അവർ സ്യൂട്ട് കേസിലാക്കി ക്യാമറയിൽ പെടാതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്യും. അവിടെ നിന്നായിരുന്നു പോലീസിന് മിത്രയുടെ ഡെഡ് ബോഡി കിട്ടിയത്. എന്നാൽ ഈ കേസിലേക്ക് പോലീസ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാമെന്ന് പൂർണ്ണ പറയുകയാണ്. പൂർണ്ണ ഇതെല്ലാം പോലീസിനോട് പറഞ്ഞാൽ താൻ പെടുമെന്ന് മനസ്സിലാക്കി രൂപ തന്നെ അവളെ ആ സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ പോലീസിന് സ്റ്റീഫനെയാണ് സംശയമെന്ന് മനസ്സിലാക്കി സ്റ്റീഫനെ പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു തന്റെ മകൾ മിത്രയെയും സ്റ്റീഫനെയും ഒരുമിച്ച് കണ്ടെന്ന് രൂപ അവരോട് പറഞ്ഞത് തന്നെ. ആ ന്യൂ ഇയർ ഫംഗ്ഷൻ നടന്ന അന്ന് രാത്രിയിൽ തന്നെ പ്രസന്ന ധരിച്ചിരുന്ന ഹൽക്കിന്റെ മാസ്ക് തന്റെ കയ്യിൽ തന്നിരുന്നെന്നും രൂപ കാളിദാസിനോട് പറയുന്നു. ആ മാസ്ക് ആണ് മിത്ര മരിച്ചെടുത്തു നിന്ന് കിട്ടിയതെന്ന് പോലീസ് മുഖേന പ്രസന്ന അറിഞ്ഞതിനാൽ അതിനെക്കുറിച്ച് തന്നോട് ചോദിക്കാനായി പ്രസന്ന തന്റെ അടുത്തേക്ക് വന്നെന്നും മിത്രയുടെ മരണത്തിൽ രൂപയെ നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്ന പ്രസന്ന ഇതിനെക്കുറിച്ച് രൂപയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പോലീസിനോട് പറയുമെന്നും പ്രസന്ന രൂപയോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രസന്നയ്ക്ക് എല്ലാം മനസ്സിലായെന്നും കൺഫേമായ രൂപയാകട്ടെ പ്രസന്ന ഇത് പോലീസിനോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ തന്നെയാണ് പ്രസന്നയെ ടെറസിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതെന്നും രൂപ സമ്മതിക്കുന്നു. രൂപ ഇതിനോടകം 3 പേരെയാണ് കൊന്നിരിക്കുന്നത്. കുറ്റങ്ങളെല്ലാം സമ്മതിച്ച സ്ഥിതിക്ക് കാളിദാസിനോടൊപ്പം പോകുകയല്ലാതെ മറ്റൊരു മാർഗവും അവൾക്കുണ്ടായിരുന്നില്ല. സോ എന്റെ ഒപ്പം വരണമെന്ന് കാളിദാസ് രൂപയോട് പറയുന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് രൂപ വീടിനുള്ളിലേക്ക് കയറുകയും റൂമിൽ കയറി വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. എന്തോ സംശയം തോന്നിയ കാളിദാസ് ഉടനെ വീടിനുള്ളിലേക്ക് കയറുകയും വാതിൽ തുറക്കാനായി രൂപയോട് പറയുകയും ചെയ്യും. എന്നാൽ രൂപ ഡോർ തുറക്കാത്തതിനാൽ രൂപ എന്താണ് ചെയ്യുന്നതെന്നറിയാനായി ജനലിലൂടെ കാളിദാസ് നോക്കും. ആ വീടിനുള്ളിൽ കുറച്ച് പാലിൽ രൂപ നേരത്തെ തന്നെ
ഉറക്ക ഗുളിക കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മകൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് കാളിദാസിന് മനസ്സിലാകും. ഉറക്ക ഗുളിക കഴിച്ച മകളാകട്ടെ അവശ നിലയിൽ ബെഡിൽ കിടക്കുകയാണ്. മകളുടെ അടുത്തേക്ക് വന്ന രൂപയാകട്ടെ സ്വന്തം ശരീരത്തേക്ക് തീ കൊളുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കാളിദാസ് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറാൻ ട്രൈ ചെയ്യും. എന്നാൽ ഇതിനോടകം തന്നെ രൂപയുടെ ശരീരം മുഴുവൻ തീ ആളിപ്പിടിച്ചിരുന്നു. എങ്ങനെയെങ്കിലും കുട്ടിയെങ്കിലും സേഫ് ആക്കാമെന്ന് കരുതി രൂപയുടെ മകളെയും എടുത്ത് കാളിദാസ് അവിടെ നിന്നും സ്വന്തം കാറിലേക്ക് പോകുന്നു. ആ സമയം തന്നെ രൂപ തീ ആളിക്കത്തി മരിക്കുകയും ചെയ്യുന്നു. ഉറക്ക ഗുളിക കഴിച്ചതിനാൽ ആ കുട്ടി ആ സമയത്തും മയക്കത്തിലായിരുന്നു. അവളെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് കാളിദാസ് സമാധാനിക്കും. ആ കുട്ടിയുമായി കാളിദാസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോഴാണ് സ്റ്റീഫന്റെ കോൾ വരുന്നത്. സ്റ്റീഫൻ വളരെ ടെൻസ്ഡായി എന്തോ ഒരു കാര്യം കാളിദാസിനോട് പറയുന്നു. ഇത് കേട്ട് കാളിദാസും ആകെ ഷോക്ക്ഡ് ആകുന്നു. സ്റ്റീഫൻ എന്താണ് കാളിദാസിനോട് പറയുന്നതെന്ന് ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് താമസം മാറാനായി സ്റ്റീഫൻ അവന്റെ തിങ്സ് ഒക്കെ എടുത്തു വെക്കുമ്പോഴാണ് മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആ പാവ നിലത്തേക്ക് വീഴുക. ആ പാവയിൽ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ഫോഴ്സോടെ അത് താഴേക്ക് വീണതിനാൽ അതിന്റെ റെക്കോർഡിംഗ് ഓൺ ആകുകയും ചെയ്യും. മിത്ര മരിച്ചു അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ കേൾക്കുന്ന സ്റ്റീഫൻ വളരെയധികം ഷോക്ക്ഡ് ആകുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുക. ആ ബാച്ചിലേഴ്സിൽപ്പെട്ട അയാൾ നായിയെ കാണിച്ച് രൂപയുടെ മകളെയും പൂർണ്ണയും പേടിപ്പിച്ചതിനു ശേഷം അയാൾ അവിടെ നിന്നും പോകും. ഇതിൽ പൂജയ്ക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവൾ പൂർണ്ണയോടൊപ്പം താഴേക്ക് വരുമ്പോഴാണ് മിത്രയുടെ കയ്യിൽ ആ ഡോഗ് ഇരിക്കുന്നത് കാണുക. അത് സ്റ്റീഫന്റെ ഡോഗ് ആണെങ്കിലും ഈ ഡോഗിനെ വെച്ചാണ് അയാൾ ഞങ്ങളെ പേടിപ്പിച്ചതെന്ന് കരുതി ആ ഡോഗിനെ ടെറസിന് മുകളിലോട്ട് കൊണ്ടുപോയി താഴേക്ക് എറിഞ്ഞു കൊല്ലാൻ രൂപയുടെ മകൾ തീരുമാനിക്കും. അങ്ങനെ അവൾ അതുമായി ടെറസിലേക്ക് പോകുകയും ആ നായക്കുട്ടിയെ താഴേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യും. എന്നാൽ ആ ഡോഗിന്റെ കഴുത്തിലുണ്ടായിരുന്ന കയറിന്റെ മറുവശം മിത്രയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഡോഗ് താഴേക്ക് വീഴുന്നതിനൊപ്പം മിത്രയും അതിനു പുറകായി ടെറസിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് രൂപയുടെ മകളും വളരെ ഷോക്ക്ഡ് ആകുന്നുണ്ട്. അവർ അവിടെ നിന്നും പെട്ടെന്ന് താഴേക്ക് ഓടി വരുമ്പോഴാണ് പ്രസന്ന അങ്ങോട്ടേക്ക് വരിക. ഈ സമയത്തായിരുന്നു പ്രസന്നയുടെ കയ്യിലുണ്ടായിരുന്ന ഹൾക്കിന്റെ മാസ്ക് രൂപയുടെ മകളുടെ കയ്യിലേക്ക് അയാൾ കൊടുക്കുന്നത്. വളരെ ടെൻഷനോടെ അവരോട് നിലത്ത് വീണ് കിടക്കുന്ന മിത്രയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ വെച്ച് ആ മാസ്ക് അവർ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ പട്ടിക്കുട്ടി മരിച്ചിടത്തു നിന്നും ഹൾക്കിന്റെ മാസ്ക് പോലീസിന് കിട്ടുന്നതും. മിത്രയുടെ ബോഡി എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ഡെഡ് ബോഡിയുമായി അവളുടെ ഫ്ളാറ്റിലേക്ക് തന്നെ വരുന്നു. മിത്രയെ തിരയുന്നതിനിടയിൽ ഫ്ളാറ്റിലേക്ക് വരുന്ന രൂപ മിത്രയുടെ ഡെഡ് ബോഡി കാണുകയും അവൾ പൊട്ടിക്കരയുകയും ചെയ്യും. കൂടാതെ ഇത് തന്റെ മകളാണ് ചെയ്തതെന്നറിയുമ്പോൾ അവൾ വളരെ ഷോക്ക്ഡ് ആകുന്നുണ്ട്. തന്റെ മകളെ രക്ഷിക്കാനായി എന്ത് ചെയ്യാനും രൂപ തയ്യാറാകും. രൂപയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സ്യൂട്ട് കേസിലാക്കി ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് രൂപ കൊണ്ടുപോയി കളയുകയും ചെയ്തത്. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാളിദാസിനോട് ആ കുട്ടിയെ കൊന്നത് താനാണെന്നും രൂപ പറഞ്ഞത്. എന്നിരുന്നാലും മിത്രയുടെ മരണം രൂപയ്ക്കും സഹിക്കാവുന്നതിലും അധികമായിരുന്നു. അവളും വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയാനും രൂപ ശ്രമിക്കുന്നുണ്ടെങ്കിലും രൂപയുടെ മകൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തായിരുന്നു പൂർണ്ണയും ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറയാമെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന രൂപയുടെ മകൾ തന്നെയായിരുന്നു പൂർണ്ണയെയും സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊന്നു കളയുകയും ചെയ്തത്. താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് രൂപയോടും മകളോടും പ്രസന്ന ചോദിക്കുന്നതിനാൽ പ്രസന്നയും ടെറസിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതും രൂപയുടെ മകൾ തന്നെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കാളിദാസ് എത്തുന്നതിന് മുൻപേ തന്നെ സ്റ്റീഫൻ രൂപയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ സ്റ്റീഫൻ വരുന്ന സമയത്ത് രൂപ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തനിക്ക് രൂപയെ കാണണമെന്നും സംസാരിക്കണമെന്നും സ്റ്റീഫൻ പറയും. എന്നാൽ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ പറമ്പിനുള്ളിലെ ഒരു ഷെഡിനുള്ളിലേക്ക് സ്റ്റീഫനെ കയറ്റുകയും അതിനുള്ളിൽ അവനെ ലോക്ക് ചെയ്ത് രൂപയുടെ മകൾ അവിടെ നിന്നും പോകുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം സ്റ്റീഫൻ കാളിദാസിനെ അറിയിക്കും. ഇതൊക്കെ കേട്ട് വളരെ ഷോക്ക്ഡ് ആകുന്ന കാളിദാസ് ആ കുട്ടിയെ നോക്കുന്നു. ആ സമയത്ത് ബോധം തെളിയുന്ന രൂപയുടെ മകളും കാളിദാസിനെ നോക്കും. താനിപ്പോൾ കാളിദാസിന്റെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആ പെൺകുട്ടി ആദ്യം ഒരു ഷോക്കോടെയാണ് കാളിദാസിനെ നോക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ വളരെ വിയേർഡായി കാളിദാസിനെ നോക്കി അവൾ ചിരിക്കുന്നു. അതായത് തനിക്കെതിരെ നിന്ന എല്ലാവരെയും നിഷ്കരണം കൊന്നുകളഞ്ഞ ആ പെൺകുട്ടി അടുത്തതായി കാളിദാസിനെയും എന്തോ ചെയ്യാൻ പോവുകയാണെന്ന രീതിയിലായിരുന്നു അയാളെ നോക്കുന്നത്. വളരെ വിയേർഡായി കാളിദാസിനെ നോക്കി ചിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുക.